ഉണ്ടായ കലാഞ്ചപ്പൂവാണേ. ഉണ്ടോ, നല്ല പൂത്തൊലിഞ്ഞ് നിൽക്കുന്നു. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതൊരു ഒക്ടോബർ മാസം തൊട്ട് മുട്ടിടാൻ തുടങ്ങുവേ. ഇപ്പം ഉണ്ട്, ഫെബ്രുവരി മാസമായില്ലേ. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇത് നടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാവേ. ഞാൻ ആദ്യം കാലത്ത് നട്ടുകൊണ്ടിരുന്നത് ഇതിങ്ങനെ തണ്ട് ഇങ്ങനെ മുറിച്ച് ഡയറക്റ്റ് ഇങ്ങനെ മണ്ണിൽ നടുവായിരുന്നു. എല്ലായിടത്തും പോവുക, അതുകൊണ്ട് മുറിക്കാൻ തോന്നുന്നില്ല. തണ്ട് മുറിച്ച് ഡയറക്റ്റ് നടുവായിരുന്നു. പക്ഷേ ഇപ്പോഴുണ്ടല്ലോ, ഞാൻ ആ ബോൾസ് വെള്ളത്തിലിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കി. അന്നേരം ആ വേര് പിടിച്ചതുകൊണ്ട് അപ്പോൾ ഇത് ഞാൻ കണ്ടിച്ച് വെള്ളത്തിലിട്ടപ്പോൾ ഇതുണ്ടോ, വെള്ളത്തിലിട്ട ഈ കലാഞ്ചോയ്ക്ക് നന്നായിട്ട് വേര് വന്നിട്ടുണ്ട്. ഇതുണ്ട്, കലാഞ്ചോയ്ക്കും ഇങ്ങനെ വെള്ളത്തിലിട്ടാൽ വേര് വരും. കണ്ടോ, ചെറിയ വേര് വന്നേക്കുന്നത്. ഇതിപ്പോൾ ഇട്ടിട്ട് ഇങ്ങനെ 10-20 ദിവസമൊക്കെ ആയതേ ഉള്ളേ, വെള്ളത്തിലിട്ടിട്ട്. ഒരാഴ്ചയും കൂടെ ഇരുന്നാൽ ഇതിനൊക്കെ ഇച്ചിരി കൂടെ വേര് വരും. കണ്ടോ. അപ്പോൾ ഇങ്ങനെ വേര് വന്നിട്ട് ഇങ്ങനെ നമ്മൾ മണ്ണിൽ നടുവാണെങ്കിലുണ്ടല്ലോ, നന്നായിട്ട് പെട്ടെന്ന് പിടിക്കാൻ എളുപ്പമുണ്ട്. അല്ലാതെ നട്ടാലും പിടിക്കും. ഇതിന് മുമ്പ് ഞാൻ നേരെ ഇങ്ങനെ മുറിച്ചെടുത്ത് മണ്ണിൽ അങ്ങനെ നേരെ നടുവായിരുന്നു. ഇതിപ്പോൾ നമുക്ക് ഇനി ഇങ്ങനെ നടാം. എന്നിട്ട് ഇത് ഇതുണ്ട്, മണ്ണും ചാണകവും കൂടെയാണേ. മണ്ണും ചാണകവും കൂടെ മിക്സ് ചെയ്തതാണ്, ചട്ടി നിറച്ചതാണ്. ഇങ്ങനെ നട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് തണലത്തേക്ക് മാറ്റി വെക്കാവേ.